പ്രിയ കുട്ടികളെ, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 110 വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ മുതലാണ് നമുക്കിനി പഠിക്കേണ്ടത്. ഈ പാഠത്തിൽ ആകെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് 2 തരം സെല്ലുകളാണ്. ആദ്യം ഗാൽവാനിക് സെല്ല്, അതിനുശേഷം ഇപ്പോൾ വൈദ്യുത വിശ്ലേഷണ സെല്ല്. ഗാൽവാനിക് സെല്ല് മുഴുവൻ ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു തീർത്തു. ഇനി വൈദ്യുത വിശ്ലേഷണ സെല്ലുകളുടെ വിശദമായ പഠനവും കൂടെ നടത്തി കഴിയുമ്പോൾ കുഞ്ഞു ചാപ്റ്റർ പോലെ ഇത് തീർന്നു പോകും. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ വൈദ്യുതോർജം രാസ ഊർജമായി മാറുകയാണ് ചെയ്യുന്നത്. വൈദ്യുതോർജം പ്രയോജനപ്പെടുത്തി രാസപ്രവർത്തനങ്ങൾ നടത്തുന്നു. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഗാൽവാനിക് സെല്ലിൽ നമ്മൾ കുറച്ച് രാസപ്രവർത്തനം നടത്തി അതിൽ നിന്നും വൈദ്യുതോർജം ഉണ്ടാക്കി ബൾബ് വരെ കത്തിച്ചു. അപ്പോൾ ഇതിനു മുമ്പുള്ളത് വൈദ്യുതോർജം ഉണ്ടാക്കുന്നു രാസപ്രവർത്തനത്തിൽ നിന്ന്. ഇത് വൈദ്യുതോർജം ഉപയോഗിച്ച് രാസപ്രവർത്തനം നടത്തുന്ന സെല്ലുകളാണ് വൈദ്യുത വിശ്ലേഷണ സെല്ല്. ഇതിനകത്ത് നമുക്ക് ഒരു ലളിതമായ പരീക്ഷണം ആദ്യം നമുക്ക് നോക്കാം. വൈദ്യുതി ഉപയോഗിച്ചിട്ട് ജലത്തെ വിഘടിച്ച്, ജലത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ നമ്മളൊരു പ്രവർത്തനം നടത്തുന്നത് വൈദ്യുതി ഉപയോഗിച്ചാണ് ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കുന്ന വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനം. വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് അതിനെ വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനം എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയുള്ള പരീക്ഷണക്രമം ചിത്രത്തിൻ്റെ സഹായത്തോടെ ലളിതമായിട്ട് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുമുണ്ട്. ഒരു പ്ലാസ്റ്റിക് കപ്പോ മറ്റോ എടുത്തിട്ട് അതിലേക്ക്, അതിൻ്റെ അടിഭാഗത്ത് 2 ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് ഗ്രാഫൈറ്റ് ദണ്ഡുകൾ ഘടിപ്പിക്കുക. ഗ്രാഫൈറ്റ് ദണ്ഡുകൾ, ഇതാണ് ഗ്രാഫൈറ്റ് ദണ്ഡ്. ഇത് 2 ഗ്രാഫൈറ്റ് ദണ്ഡാണ്. ഗ്രാഫൈറ്റ് ദണ്ഡ് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ പെൻസിലിൻ്റെയൊക്കെ നടുക്കിരിക്കുന്ന ആ കറുത്ത എഴുതാൻ നമ്മളെ സഹായിക്കുന്ന ആ ഭാഗത്തിനെയാണ് ഗ്രാഫൈറ്റ് ദണ്ഡെന്ന് പറയുന്നത്. അതിൻ്റെ 2 കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രവർത്തനം നടത്താം. അതെടുത്തിട്ട് ആ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടിയിൽ 2 ദ്വാരങ്ങൾ ഉണ്ടാക്കി അവിടെ ഉറപ്പിച്ച ശേഷം അതിനെ മൂടി നിൽക്കത്തക്ക രീതിയിൽ ജലം, അപ്പോൾ ഇവിടെ റബ്ബർ സ്റ്റോപ്പർ ഉപയോഗിച്ച് വെള്ളം താഴേക്ക് പോയി അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും സാധനം വെച്ച് അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം ജലം അതിനകത്ത് എടുക്കുന്നു. ജലത്തിൽ ഈ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ വേണ്ടി അല്പം ആസിഡ് കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് ആസിഡ് കിട്ടാനില്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, വീട്ടിലുള്ള കറിയുപ്പ് ചേർത്താൽ മതി. ഈ രണ്ടും അയോണീകരണത്തിൻ്റെ നിരക്ക് കൂട്ടും. ജലത്തിൻ്റെ അയോണീകരണത്തിൻ്റെ നിരക്ക് കൂട്ടും. ആ വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകാനുള്ള ആ നിരക്ക്, അതിൻ്റെ സ്പീഡ് കൂട്ടും. എന്നിട്ട് നമ്മൾ ഒരു സെല്ല് ഉപയോഗിച്ച്, ഒരു സ്വിച്ചൊക്കെ ഉപയോഗിച്ച് നമ്മൾ പോസിറ്റീവേന്ന് ഈ ഇലക്ട്രോഡിലേക്ക് ഘടിപ്പിക്കും. ഗ്രാഫൈറ്റ് റോഡിലേക്ക്, ദണ്ഡിലേക്ക് ഘടിപ്പിക്കും. നെഗറ്റീവെന്നും ഒരു വയർ ഉപയോഗിച്ച് ഈ ഗ്രാഫൈറ്റ് ദണ്ഡിലേക്കും ഘടിപ്പിക്കും. നെഗറ്റീവെന്ന് ഘടിപ്പിച്ച് കഴിയുമ്പോൾ ഈ ദണ്ഡ് കാഥോഡ് ആയും ഈ പോസിറ്റീവ് റോഡ് ആനോഡായി മാറുന്നു. പോസിറ്റീവേന്ന് ഘടിപ്പിക്കുമ്പോൾ ഇത് പോസിറ്റീവാകും, അപ്പോൾ അതിൻ്റെ പേര് ആനോഡ്. നെഗറ്റീവേന്ന് ഘടിപ്പിക്കുമ്പോൾ ഇത് നെഗറ്റീവാകും, അതുകൊണ്ട് അതിൻ്റെ പേര് കാഥോഡ്. ഇതിലേക്ക് വൈദ്യുതി കടത്തിവിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ 2 റോഡുകളിൽ നിന്നും 2 ദണ്ഡുകളിൽ നിന്നും കുമിളകൾ വരുന്നത് കാണാം. ഈ കുമിളകൾ ശേഖരിച്ച് നമ്മൾ പരിശോധിക്കുന്നതിന് വേണ്ടി കത്തിച്ച ഒരു മെഴുകുതിരി ഈ ട്യൂബുകളുടെ വായ്ഭാഗത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഈ ഒരു ട്യൂബിൻ്റെ, ആനോഡ് ഇരിക്കുന്ന ട്യൂബിൻ്റെ അടുത്താണ് കൊണ്ടിരുന്നെങ്കിൽ കത്തിച്ച മെഴുകുതിരി ആളിക്കത്തുകയും, ഈ ഒരു കാഥോഡിൻ്റെ അടുത്താണ് കൊണ്ടിരുന്നെങ്കിൽ കത്തിച്ച മെഴുകുതിരി ഒരു ശബ്ദത്തോടെ ആളിക്കത്തി കെട്ടുപോവുകയും ചെയ്യും. അപ്പോൾ ആളിക്കത്താൻ സഹായിച്ചത് ഓക്സിജനും സ്ഫോടനത്തോടെ കത്തിയത് ഹൈഡ്രജനും വാതകവുമാണെന്ന് മനസ്സിലാക്കാം. അതായത് ഇവിടുത്തെ വൈദ്യുതി, ഈ സെല്ലിലെ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനുമായി മാറുന്ന രാസപ്രവർത്തനം നടന്നു. അതായത് വൈദ്യുതോർജം രാസോർജമായി മാറി. ഇതൊരു വൈദ്യുത വിശ്ലേഷണ സെല്ലിന് ഉദാഹരണമാണ്. ഇവിടെ നടന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം ഒന്ന് എഴുതാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജലം ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുന്നതിൻ്റെ സമവാക്യം ഇങ്ങനെയാണ് എഴുതുന്നത്. ഓരോ ടെസ്റ്റ് ട്യൂബിലും ഉണ്ടായ വാതകം ഏതാണ്? ആനോഡ് ഇരിക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ ഓക്സിജൻ,
നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്കത് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ആനോഡിൽ ഇരിക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ ആനോഡിൽ ഓക്സിജൻ, കാഥോഡിൽ ഹൈഡ്രജൻ, അങ്ങനെ എഴുതിയാൽ മതി. ഓരോ ടെസ്റ്റ് ട്യൂബിലുമുള്ള വാതകം എന്താണ്? കത്തുന്ന മെഴുകുതിരി, ഓക്സിജൻ, കാഥോഡിൽ ഹൈഡ്രജൻ ഉണ്ടായി, അത് ശബ്ദത്തോടെ കത്തുന്ന മെഴുകുതിരി അണഞ്ഞുപോയി. ഓക്സിജൻ്റെ ആ ഭാഗത്ത് കത്തുന്ന മെഴുകുതിരി കാണിച്ചപ്പോൾ ആളിക്കത്തി എന്ന് നിങ്ങൾ എഴുതുക. ഇപ്പോൾ ആ ഉപ്പ് ചേർത്ത അല്ലെങ്കിൽ ആസിഡ് ചേർത്ത ലായനിയിൽ കൂടിയാണ് വൈദ്യുതി കടന്നുപോയത്, ഈ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായത്. അങ്ങനെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇങ്ങനെ രാസമാറ്റത്തിന് വിധേയമാകുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആണ് ആസിഡ് ചേർത്ത ജലം. ഇലക്ട്രോലൈറ്റിന് ഒരു ഉദാഹരണമാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് ഹൈഡ്രജനും ഓക്സിജനായിട്ടൊക്കെ വിഘടിച്ചില്ലേ, അത് ഒരു ഉദാഹരണമാണ് ഇലക്ട്രോലൈറ്റിന്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടത്തിവിടുന്ന ഉരുകിയ ലായനിയായിട്ടോ ജലത്തിൽ ലയിച്ച ലായനിയായിട്ടോ ഇരുന്നാൽ മതി. ചിലതൊക്കെ ഉരുകി കഴിയുമ്പോൾ ലായനി പോലെയാവും, ഉരുകി ഒലിച്ച ലായനി പോലെയാവും. അതും നമുക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാം. ജലത്തിൽ ലയിപ്പിച്ച്, ഉപ്പൊക്കെ ജലത്തിൽ ലയിപ്പിച്ചും നമുക്ക് ലായനിയാക്കി ഇലക്ട്രോലൈറ്റ് ഉണ്ടാക്കാം. ഉരുകിയ അവസ്ഥയിലായിരിക്കണം, അല്ലെങ്കിൽ ജലത്തിൽ ലയിച്ച അവസ്ഥയിൽ ഒഴുകി കിടക്കുന്ന പോലെയുള്ള അവസ്ഥയിലായിരിക്കണം. ഖരരൂപത്തിൽ ഒരിക്കലും ഇലക്ട്രോലൈറ്റ് ആവുകയില്ല. ഖരരൂപത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ കൂടിയും നമുക്ക് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. വൈദ്യുതി കടത്തിവിടുമ്പോൾ അവയ്ക്ക് രാസമാറ്റവും സംഭവിക്കും. അതിനെ നമ്മൾ പറയുന്നത് വൈദ്യുത വിശ്ലേഷണം എന്നാണ്. അടുത്ത പേജുകളിൽ ഇങ്ങനെ രാസമാറ്റത്തിന് വിധേയമാകുന്ന വിവിധ പദാർത്ഥങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. അങ്ങനെ പരിചയപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക, അവയൊക്കെ ഒന്നുകിൽ ജലത്തിൽ ലയിച്ച അവസ്ഥയിലായിരിക്കണം, അല്ലെങ്കിൽ ഉരുകിയ ലായനിയുടെ അവസ്ഥയിൽ ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവയ്ക്ക് രാസമാറ്റം വിഘടിക്കുക, ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടാകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ, അതെല്ലാം നമ്മൾ അടുത്ത പേജുകളിൽ പഠിക്കും. വിവിധ ലായനികളുടെ വൈദ്യുത വിശ്ലേഷണവും പഠിക്കും. വൈദ്യുത വിശ്ലേഷണത്തെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ ഇവിടെ ഈ ചിത്രത്തിലൊന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏത് ലായനിയാണ് എടുത്തേക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന ലായനി വൈദ്യുതിയെ കടത്തിവിടുന്ന ഒരു ലായനി ആയിരിക്കണം. അത് ഉരുകിയ അവസ്ഥയിലോ ജലത്തിൽ ലയിച്ച അവസ്ഥയിലോ ഉള്ള ഒരു വസ്തു ആയിരിക്കണം. അതിനെ വൈദ്യുതി കടത്തിവിടുന്നതിനെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ദ്രാവകാവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ ജലീയ ലായനിയിലോ അയോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കും. അതിനകത്തുള്ള അയോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുന്നവയാണ് ഇലക്ട്രോലൈറ്റിൽ വൈദ്യുതി ഇങ്ങനെ കടന്നു പോകാൻ കാരണം. ഇതിവിടെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, നോക്കി വെച്ചോണം. അയോണുകളുടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ആ അയോണുകളുടെ ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ പോലെയാണ്. അയോണുകളുടെ സഹായത്തോടെയാണ് വൈദ്യുതി അതിലെ സഞ്ചരിക്കുന്നത്. അയോണുകൾ ആണ് അതിന് സഹായിക്കുന്നത്. അങ്ങനെ സാധാരണയായിട്ട് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആസിഡുകൾ നമുക്ക് പരിചയമുള്ള HCl, H2SO4, HNO3, ഇത് അസറ്റിക് ആസിഡ്, ഇവയെല്ലാം ആസിഡുകൾ ഗണത്തിൽ പെടുന്നതാണ്. അതിൽ കൂടി എല്ലാം ജലത്തിൽ ലയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി കടന്നു പോയിക്കോളും. അപ്പോൾ അത് ഇലക്ട്രോലൈറ്റിന് ഉദാഹരണമാണ്. ആസിഡ് മാത്രമുള്ള നേരെ എതിർ സ്വഭാവമുള്ള ആൽക്കലികളും KOH, NaOH, OH വരുന്നവ ആൽക്കലി നമ്മൾ പഠിച്ചിട്ടില്ലേ, ആ ആൽക്കലികളും ഇതുപോലെ അതിനും ജലീയ ലായനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലവണങ്ങൾ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അങ്ങനെ നിരവധി നമുക്കറിയാം. നിരവധി അറിയത്തില്ലെങ്കിലും ഈ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന കൂടുതൽ ഇനി ചിന്തിച്ച് കൺഫ്യൂഷനൊന്നും വരുത്തണ്ട. ഇവയെല്ലാം ജലത്തിൽ ലയിപ്പിച്ചാലും ഉരുകിയ അവസ്ഥയിലും അതിലെന്തുണ്ട്? സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന അയോണുകളുണ്ട്. അവയുടെ സഹായത്തോടെ വൈദ്യുതിയും അതിലൂടെ സഞ്ചരിക്കും. അതിൻ്റെ ഒരു രേഖാചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊരു ഇലക്ട്രോലൈറ്റിലും 2 തരം അയോണുകൾ ഉണ്ടാവും, പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, നെഗറ്റീവായിട്ടുള്ള ഈ റോഡും പോസിറ്റീവായിട്ടുള്ള റോഡും ഉണ്ട് അതിനകത്ത്. അതെങ്ങനെ ഉണ്ടായി? ബാറ്ററിയുടെ പോസിറ്റീവിനോട്
ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്, ബാറ്ററിയുടെ നെഗറ്റീവിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ്. എല്ലാ ഇലക്ട്രോലൈറ്റുകളിലും 2 തരം അയോണുകളുണ്ട്, പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും. വൈദ്യുതി പാസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ദണ്ട് പോസിറ്റീവ് ആകും, ഈ ദണ്ട് നെഗറ്റീവ് ആകും. ഇതിൽ കിടക്കുന്ന നെഗറ്റീവ് അയോണുകളെല്ലാം പോസിറ്റീവിൻ്റെ നേരെ ചെല്ലും, ഇവിടെ ചെല്ലും. പോസിറ്റീവ് അയോണുകളെല്ലാം നെഗറ്റീവ് ഇലക്ട്രോഡിലും ചെല്ലും. അവിടെ എന്ത് പ്രവർത്തനം നടക്കുമെന്ന് നമ്മൾ വഴിയേ പഠിക്കും. ഇപ്പോൾ ചിത്രം കാണിച്ചു തന്ന് ലളിതമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് വായിച്ചുറപ്പിക്കാൻ ഇവിടെ ഉണ്ട്. ഇലക്ട്രോഡുകളിലേക്ക് വൈദ്യുതി ഇലക്ട്രോലൈറ്റിലേക്ക് അതിലെടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തി വിടുന്ന ചാലകങ്ങളാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്നും ബാറ്ററിയുടെ നെഗറ്റീവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനെ കാഥോഡ് എന്നും പറയുന്നു. നടക്കുന്ന പ്രവർത്തനവും നേരത്തെ തന്നെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കാഥോഡിൽ നിരോക്സീകരണവും ആനോഡിൽ ഓക്സീകരണവുമാണ് നടക്കുന്നത്. അതെല്ലാം പ്രധാനപ്പെട്ടതായതുകൊണ്ട്, ഒരു ഗാൽവാനിക് സെല്ലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായതുകൊണ്ട് പറഞ്ഞത് തന്നെയും പിന്നെയും പറയുക. ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ പറയണമെന്നുണ്ട്, പക്ഷേ എല്ലാം ഒരേ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പാത്രത്തിൽ ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു, വൈദ്യുതി കടത്തിവിടാൻ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു. ആ ഇലക്ട്രോഡ് പോസിറ്റീവ് ടെർമിനലിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ആനോഡ്. ആനോഡിൽ ഓക്സീകരണവും കാഥോഡിൽ നിരോക്സീകരണവുമാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നാൽ മാത്രം മതി. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞ് തീർത്തു. തന്നെയും പിന്നെ ഒരേ കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇനി അതിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാഥോഡിലേത് പ്രവർത്തനമാണ്, ആനോഡിലേത് പ്രവർത്തനമാണ്, ആനോഡ് ഏത് ഇലക്ട്രോഡാണ്, ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാണ്, ഗാൽവാനിക് സെല്ലിൽ നിരോക്സീകരണം നടക്കുന്ന കാഥോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. അങ്ങനെ ഒരു വ്യത്യാസമുള്ളത് നോക്കണം. ഇനി നമുക്ക് വളരെ രസകരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. സോഡിയം ക്ലോറൈഡ് എന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന കറിയുപ്പാണേ. ആ കറിയുപ്പ് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ശീലമുള്ളൂ. പക്ഷേ അതിനെ നല്ല ശാസ്ത്രീയമായ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഉരുക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉരുകി കിടക്കുന്നിടത്ത് ഞാനും കണ്ടിട്ടില്ല കേട്ടോ, നിങ്ങളും ഉപ്പ് ഉരുകിയത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ ഉരുകിയ സോഡിയം ക്ലോറൈഡ് എടുക്കണമെന്നാണ് പറഞ്ഞത്. ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ Na+ എന്ന് പറയുന്നതും Cl- എന്ന് പറയുന്ന 2 അയോണുകൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണെന്ന്. വേറെ ഒന്നുമില്ല, ഉരുകിയ സോഡിയം ക്ലോറൈഡ്, അതിനകത്ത് വെള്ളമൊന്നും ഇല്ല. അത് നല്ല ഖരാവസ്ഥയിൽ സോഡിയം ക്ലോറൈഡ് കറിയുപ്പിരുന്നാൽ വൈദ്യുതിയെ കടത്തി വിടില്ല. കാരണം എന്ത്? കാരണം അതിൻ്റെ അയോണുകൾക്ക് ചലിക്കാൻ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് നിശ്ചിത സാധനങ്ങൾ കമ്പനം ചെയ്യാനാകൂ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ മാത്രമേ അയോണുകൾക്ക് ചലിക്കാൻ പറ്റുള്ളൂ, വൈദ്യുതി കടത്തി വിടുകയുള്ളൂ. ചോദ്യമുണ്ട്, ഖരാവസ്ഥയിൽ സോഡിയം ക്ലോറൈഡിന് വൈദ്യുതി കടത്തി വിടാൻ പറ്റില്ല. കാരണം എന്തോ പരീക്ഷയുടെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അന്നേരം എഴുതുക, ഖരാവസ്ഥ, ഖരമായിട്ടിരിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലിരിക്കുന്ന പോലെ ഖരമായിട്ടിരിക്കുമ്പോൾ അതിലെ അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല, വൈദ്യുതിയെ കടത്തിവിടില്ല. ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് ഓരോ അയോണുകൾക്കും ചലന സ്വാതന്ത്ര്യമുണ്ട്, വൈദ്യുതിയെ കടത്തിവിടും. വൈദ്യുതിയെ കടത്തിവിടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ലളിതമായ 2 കാര്യങ്ങൾ അവിടെ നടക്കുന്നുള്ളൂ. ടീച്ചർ ഒന്ന് പറയാൻ പോവുകയാണ്. ഇവിടെയൊക്കെ വലിയ എന്തോ പാത്രമൊക്കെ വെച്ചേക്കുന്നതെന്ന് തോന്നിയാൽ ഒന്നുമില്ല. ആകെ ഒരു പാത്രം എടുത്у. ആ പാത്രത്തിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡ് എടുത്തു. അപ്പോൾ അതിൽ ഉരുകിയതായതുകൊണ്ട് അതിലെ Na+ സോഡിയം NaCl Na+ഉം Cl- ഇതിലെ വെറുതെ ഓടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് 2 ഗ്രാഫൈറ്റ് ദണ്ടുകൾ ഇവിടെ വെച്ചിട്ട് അതിനെ പോസിറ്റീവിനോട് കണക്ട് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡ്, ഇവിടെ എഴുതി വെച്ച് ഒന്നുകൂടി, ആനോഡായും ഇത് കാഥോഡായും മാറുന്നു നെഗറ്റീവ് ഇലക്ട്രോഡിനോട്.
അതിൻ്റെ അടുത്ത് എന്നാ ടീച്ചറെ ഇത് ഇങ്ങനെ രണ്ടെണ്ണമൊക്കെ പെട്ടി പോലെ പിടിപ്പിച്ചേക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പെട്ടി പിടിപ്പിച്ചേക്കുന്നത് ഇതിൽ നിന്ന് എത്ര വൈദ്യുതി വരുന്നുണ്ടെന്നൊക്കെ അളക്കാൻ വേണ്ടി പിടിപ്പിച്ചില്ല. ഒരു കുഴപ്പമില്ല. ഒരു വയറെടുത്ത് ഈ നെഗറ്റീവിൽ നിന്ന് ഒരു വയറെടുത്ത് ഈ ദണ്ടിലേക്ക് കൊടുക്കുക, പോസിറ്റീവിൽ നിന്നൊരു വയറെടുത്ത് ഈ ഇലക്ട്രോഡിലേക്കും കൊടുക്കുക. അത്രയും ചെയ്താൽ മതിയായിരുന്നു. ഇനി നമുക്ക് അപ്പോൾ ആ കഥയിൽ എന്താണ്? സോഡിയം ഇതിലെ നടപ്പുണ്ട്, ക്ലോറിനും ഇതിലെ നടപ്പുണ്ട്. വൈദ്യുതി കൊടുത്തു കഴിയുമ്പോൾ ഇത് പോസിറ്റീവ് ചാർജുള്ള ദണ്ടായി മാറും, ഇത് നെഗറ്റീവ് ചാർജുള്ള ദണ്ടായി മാറും. പോസിറ്റീവ് ചാർജുള്ള ദണ്ടിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ക്ലോറിനാണ്. ക്ലോറിൻ അവിടെ പോയി പച്ച നിറമുള്ള ക്ലോറിൻ വാതകം ആയി മാറുന്നു. സോഡിയം Na+ പോകുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്കാണ്. സോഡിയം അവിടെ ചെന്ന് സോഡിയം ഉരുകിയ വെള്ളി നിറത്തിലുള്ള ഒരു ലോഹമായിട്ട് ഇവിടെ പറ്റിപ്പിടിച്ച് രൂപപ്പെടുന്നു. വളരെ സിമ്പിളായിട്ട് തീർന്നു. ഒന്നുകൂടി ഒന്ന് പറയാം. ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോൾ പച്ച നിറത്തിലുള്ള ക്ലോറിൻ വാതകം ആനോഡിൽ ഉണ്ടാകുന്നു. വെള്ളി നിറത്തിലുള്ള സോഡിയം ലോഹം കാഥോഡിൽ രൂപപ്പെടുന്നു. എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, വൈദ്യുതി കടത്തിവിട്ടപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡായി മാറിയതിലേക്ക് ഈ ഉരുകിയതിൽ കിടന്ന Cl- അയോണുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. Cl- അവിടെ ചെന്ന് ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഈ പാഠം തുടങ്ങിയപ്പോൾ മുതൽ ടീച്ചർ പറയുന്നുണ്ട്. ആനോഡ് എന്ന് കേട്ടാൽ അവിടെ നടക്കുന്ന രാസപ്രവർത്തനം ഓക്സീകരണമാണ്. കാഥോഡാണെങ്കിൽ നിരോക്സീകരണവുമാണ് നടക്കുന്നത്. പ്രവർത്തന സമവാക്യം എഴുതാനായിട്ട് പറയുകയാണ്. നമ്മുടെ ക്ലോറിൻ അവിടെ ചെന്നു. ഒരു ക്ലോറിൻ എന്ന് പറഞ്ഞാൽ Cl- ചെല്ലുന്നത്. ഒരു ക്ലോറിൻ മാത്രമായിട്ട് ചെന്നിട്ട് കാര്യമില്ലാത്ത രണ്ട് ക്ലോറിൻ വീതമാണ് അവിടെ ചെല്ലുന്നത്. എന്നിട്ട് 2 ക്ലോറിൽ നിന്നും ഇലക്ട്രോൺ അങ്ങ് പോയിട്ട് അത് ക്ലോറിൻ ഗ്യാസ്, ഇങ്ങനെയാണ് ക്ലോറിൻ ഗ്യാസ് ഇരിക്കുന്നത്, പ്ലസ് 2 ഇലക്ട്രോൺ അങ്ങ് പോയി. ആ 2 എടുത്തായിരുന്നല്ലോ, അതിൽ നിന്ന് 2 ഇലക്ട്രോൺ തെറിച്ചു പോയി. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിനെയാണ് ഓക്സീകരണം എന്ന് പറയുന്നത്. ഇനി കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം നിരോക്സീകരണമാണ്. കാഥോഡിലേക്ക് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് സോഡിയം Na+ എന്ന പേരും പ്ലസ് ആയതുകൊണ്ടല്ലേ നെഗറ്റീവിലേക്ക് ആകർഷിക്കപ്പെട്ടത്. Na+ എന്നും പറഞ്ഞ് അവിടെ ചെന്നിട്ട് ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോൺ ഇഷ്ടം പോലെ ഇലക്ട്രോണുള്ള സ്ഥലമാണ്. ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് അത് Na എന്ന് പറയുന്ന ലോഹം, സോഡിയം എന്ന് പറയുന്ന ലോഹമായിട്ട് വെള്ളി നിറമാണതിന്, അവിടെ പറ്റിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 2 ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത്. ആനോഡിൽ ക്ലോറിനും, ഈ ചിത്രത്തിൽ നിന്നും പഠിച്ചു, ആനോഡിൽ ക്ലോറിന് പച്ച നിറമുള്ള വാതകമാണ്. അതൊക്കെ മനസ്സിലാക്കാൻ പച്ച നിറത്തിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആനോഡിൽ ക്ലോറിൻ വാതകവും കാഥോഡിൽ സോഡിയം ലോഹവും നമുക്ക് ലഭിക്കുന്നു. എന്തൊക്കെയായിരുന്നു ഇവിടെ ഓടി നടന്നിരുന്നത്? ഈ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ Na+ എന്ന് പറയുന്ന ഒരു അയോണും Cl- എന്ന് പറയുന്ന അയോണുകളും ഇഷ്ടം പോലെ നടന്നിരുന്നു. ഓരോ അയോണിനും സംഭവിക്കുന്നത് എന്താണ് എന്നാണ് നമ്മളിവിടെ സമവാക്യം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ലളിതമാണ്. കാരണം എന്താ, ഇനി വളരെ ലളിതമായിട്ട് ഇങ്ങനെ ചോദിക്കാറുള്ളൂ. ഇതിനകത്ത് ആനോഡിൽ എന്ത് ലഭിക്കുന്നു, കാഥോഡിൽ എന്ത് ലഭിക്കുന്നു? ആനോഡിൽ ക്ലോറിനും കാഥോഡിൽ സോഡിയവുമാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ജലീയ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ എന്ന് പറഞ്ഞാൽ എന്താ, വീട്ടിലിരിക്കുന്ന കറിയുപ്പ് എടുത്ത് ജലത്തിൽ ലയിപ്പിച്ചിട്ട് അതിലേക്ക് അതൊരു ബീക്കറിലെടുത്ത് ജലത്തിൽ ലയിപ്പിച്ച സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ജലവും ഉണ്ട്, സോഡിയം ക്ലോറൈഡും ഉണ്ട്. അതാണ് ഈ പാത്രത്തിൽ എടുത്തേക്കുന്നത്. ഇതാ വളരെ ലളിതമായിട്ട് ഇതിൻ്റെ മുകളിലത്തെ പോലെ അതിൻ്റെ അളവറിയാൻ അമ്മീറ്റർ ഒന്ന് വെച്ച്, ഇത് നല്ല ലളിതമല്ലേ. ബാറ്ററി എടുത്തു, ബാറ്ററിയുടെ പോസിറ്റീവേന്ന് ഒരു ഇലക്ട്രോഡിലേക്ക് കൊടുത്തു. ഇവിടെ ഇലക്ട്രോഡ് ഇച്ചിരി സെറ്റപ്പായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏതെങ്കിലും 2 ഇവിടെയും ഗ്രാഫൈറ്റ് റോഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഗ്രാഫൈറ്റ് റോഡിന് വരെ പ്ലാറ്റിനം റോഡും എടുക്കാം. പ്ലാറ്റിനം അതൊരു ലോഹമാണ്. 2 പ്ലാറ്റിനമാണ് എടുത്തപ്പോൾ. പോസിറ്റീവേന്ന് കൊടുത്തത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്, നെഗറ്റീവേന്ന് കൊടുത്തത് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ്.
നേരെ വൈദ്യുതി പ്രവഹിച്ചു തുടങ്ങി. നെഗറ്റീവ് എന്നാണ് വൈദ്യുതി പ്രവഹിച്ചിങ്ങ് വരികയാണ്. വൈദ്യുതി പ്രവഹിച്ചു വരുമ്പോൾ ഈ പാത്രത്തിൽ എന്തൊക്കെയുണ്ട്? ജലവുമുണ്ട്, സോഡിയം ക്ലോറൈഡും ഉണ്ട്. സോഡിയം ക്ലോറൈഡിൽ നിന്നും ഉണ്ടാകുന്ന Na+ഉം Cl- ഇഷ്ടം പോലെ ഇതിലെ ഓടി നടപ്പുണ്ടാവും. Na+ഉം Cl- ഇതിലെ ഉണ്ട്. ജലത്തിൽ നിന്നുള്ള OH- അതുപോലെ H+കളും ഇവിടെ ഉണ്ടാവും. ജലത്തിൽ നിന്നുള്ള OH- H+ഉം ഇവിടെ ഉണ്ടാവും. അപ്പോൾ മുഴുവൻ എത്ര തരം അയോണുകളുണ്ട്? Na+, H+, രണ്ട് തരത്തിലുള്ള പോസിറ്റീവ് ചാർജുള്ള അയോണും Cl- OH- എന്ന് പറയുന്ന രണ്ട് നെഗറ്റീവ് ചാർജുള്ള അയോണും ഉണ്ട്. ചാർജ് അങ്ങ് കിട്ടുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് ഉണ്ട്. പോസിറ്റീവിലേക്ക് രണ്ട് തരം അയോണുകൾ ഓടിപ്പോകും. അതുകൊണ്ട് OH- Cl- ഓടുകയാണ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഓടിയെത്താൻ വേണ്ടി. പക്ഷെ ഫസ്റ്റ് ഓടിയെത്തുന്നത് ക്ലോറിനാണ്. അതുകൊണ്ട് ക്ലോറിൻ അവിടെ ചെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആനോഡിൽ ക്ലോറിന് ഓക്സീകരണം നടന്ന് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ. അപ്പോൾ ഇതിനു മുമ്പുള്ള ഉരുകിയ സോഡിയം ക്ലോറൈഡ് ലായനി ചെയ്തപ്പോഴും ആനോഡിൽ ക്ലോറിൻ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ആ ചിത്രത്തിൽ നിന്നും കണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ചിത്രത്തിലും സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയിലും ക്ലോറിൻ തന്നെയാണ് ആനോഡിൽ നിരോക്സീകരണം നടന്നുണ്ടാകുന്നത്. ക്ലോറിൻ്റെ കൂടെ മത്സരിക്കാൻ ജലത്തിൽ നിന്നുള്ള OH- ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിരോക്സീകരണം ഫസ്റ്റ് നടന്നത് ക്ലോറിനാണ്. അതുകൊണ്ട് ക്ലോറിനെ വരികയുള്ളൂ. ഇവിടെ OH വിഷമത്തോടെ ഈ വെള്ളത്തിൽ തന്നെ കിടക്കും. അടുത്തതായിട്ട് രണ്ട് പോസിറ്റീവ് അയോണാണ് ഉള്ളത്. H+ ഉണ്ട്, Na+ ഉണ്ട്. നെഗറ്റീവ് ഇലക്ട്രോഡ് കാണുന്നിടത്തേക്ക് രണ്ട് പേരും കൂടി ഓടിച്ചെല്ലും. പക്ഷെ ഓട്ടത്തിൽ ഫസ്റ്റ് കിട്ടി. ഇത് കാഥോഡായതുകൊണ്ട് കാഥോഡിൽ നിരോക്സീകരണം നടക്കുന്നത് ഈ ഹൈഡ്രജനാണ് ഫസ്റ്റ് കിട്ടുന്നത്. മുമ്പ് കിട്ടിയത് സോഡിയത്തിനാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഹൈഡ്രജനാണ്. അങ്ങനെ ഇവിടെയും പറ്റിപ്പിടിക്കുന്ന സാധനമല്ല, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത്. കഥയെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ജലീയ ലായനിയിൽ 4 അയോണുകളുണ്ട്, 2 പോസിറ്റീവ് 2 നെഗറ്റീവ്. അതുകൊണ്ട് അതിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് വന്ന് അതിൽ പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിൽ ഓക്സീകരണം നടക്കുന്നത് ക്ലോറിനാണ്. 2 പോസിറ്റീവ് അയോൺ ഉള്ളതിൽ ഹൈഡ്രജനാണ് കാഥോഡിൽ വന്ന് നിരോക്സീകരണം നടന്ന് ഹൈഡ്രജൻ ഗ്യാസായി മാറുന്നത്. ചോദ്യം നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ, കാഥോഡിൽ ഉണ്ടാകുന്ന വാതകമേത്, ആനോഡിൽ ഉണ്ടാകുന്ന വാതകമേത്? ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ജലീയ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണത്തിൽ ഹൈഡ്രജൻ ഗ്യാസാണ് കാഥോഡിൽ ഉണ്ടാകുന്നത്, ആനോഡിൽ ക്ലോറിൻ വാതകവും ഉണ്ടാകുന്നു. പിന്നെ ഒരു സാധനോട് ഇതിനകത്തുണ്ടാകുന്നുണ്ട്. എല്ലാവരും വാതകമായിട്ട് പോയി കഴിയുമ്പോൾ ആരുമില്ലാതെ ഇവിടെ 2 പേരുണ്ട്. ഇവിടെ സോഡിയം ജയിക്കാൻ പറ്റാത്ത സോഡിയം കിടപ്പുണ്ട്, അതുപോലെ OH- കിടപ്പുണ്ട്. അവർ 2 പേരും കൂടി ഈ ലായനി വളരെ വ്യാവസായിക പ്രാധാന്യമുള്ള NaOH എന്ന് പറയുന്ന NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയായിട്ട് മാറുന്നു. അതൊരു ബേസിക സ്വഭാവമുള്ള ലായനിയാണ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ബേസികമായതുകൊണ്ട് അവിടേക്ക് ഫിനോഫ്തലിനോ വല്ലതും അല്പം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പിങ്ക് നിറമായിട്ട് ഈ ലായനി മാറുകയും ചെയ്യും. അതായത് സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയിൽ നിന്നും നമുക്ക് എന്തൊക്കെ കിട്ടി? ആനോഡിൽ നിന്ന് ക്ലോറിൻ വാതകം വളരെ പ്രധാനപ്പെട്ട ഒരു വാതകമാണ്. അതിനെ സംഭരിച്ചെടുക്കാൻ പറ്റും. ഹൈഡ്രജൻ നമുക്ക് വേണ്ട ഒരു വാതകമാണ്. അപ്പോൾ ഹൈഡ്രജന് പല ഉപയോഗങ്ങൾക്കായി സംഭരിച്ചെടുക്കാൻ പറ്റും. 2 കാര്യങ്ങളുടെ നിർമ്മാണം നടന്നു. കൂടാതെ മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ നിർമ്മാണവും നമുക്ക് നടത്താനായിട്ട് സാധിക്കും ഈ ഒരു പ്രവർത്തനം വഴി.
എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അടുത്ത പേജിൽ വെറുതെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ക്ലോറൈഡ് അയോണുകൾ ആനോഡിൽ ക്ലോറിൻ വാതകമായി ഓക്സീകരിക്കപ്പെടുന്നു. നമ്മൾ തൊട്ട് മുമ്പ് തന്നെയും പിന്നെയും ചിത്രത്തെ നോക്കിയിട്ട് ആ പച്ച നിറം കണ്ടിട്ട് വരെ നമ്മൾ പറഞ്ഞതാണ്. പ്രവർത്തന സമവാക്യം എഴുതാൻ സാധിക്കുമോ? ക്ലോറിൻ 2 എണ്ണം ചെല്ലണം എന്ന് നമ്മൾ ഇതിനു മുമ്പ് തന്നെ പല സ്ഥലത്ത് പല സമവാക്യം ഉണ്ടോ? ഇല്ല. ഒരു സ്ഥലത്തുനിന്ന് പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് എഴുതാം. ആ 2 ക്ലോറിൻ അവിടെ ചെന്നു, ക്ലോറിൻ ഗ്യാസായി. 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നത് കൊണ്ട് അവിടെ ഓക്സീകരണമാണ് നടക്കുന്നത്. അടുത്തത് സോഡിയം അയോണും ഹൈഡ്രജൻ അയോണും മത്സരിക്കുന്ന കഥയാണ് പിന്നെ പറയുന്നത്. ക്രിയാശീല ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ ഓക്സീകരണ സ്വഭാവം കൂടുതലുള്ളത് മുകളിലുള്ള സോഡിയത്തിനും. ആ ഒരു കഥ നമ്മൾ പഠിക്കണം. ഓക്സീകരണ സ്വഭാവം ക്രിയാശീലം ഏറ്റവും കൂടുതലുള്ളത് മുകളിലുള്ള സോഡിയത്തിനും, നിരോക്സീകരണ സ്വഭാവം ഹൈഡ്രജനുമായിരിക്കും. മുകളിൽ വരുന്നതിന് ഓക്സീകരണ സ്വഭാവവും താഴെ വരുന്നതിന് നിരോക്സീകരണ സ്വഭാവവുമാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ നിരോക്സീകരിക്കപ്പെടും. ഹൈഡ്രജൻ അങ്ങനെ കാഥോഡിൽ നിരോക്സീകരിക്കപ്പെട്ടുണ്ടാകും. അതിൻ്റെ ഒരു സമവാക്യമാണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ സമവാക്യവും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ജലീയ ലായനിയെ, സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ക്ലോറിൻ വാതകം ആനോഡിൽ കിട്ടും, ഹൈഡ്രജൻ വാതകം കാഥോഡിൽ കിട്ടും. അവസാനം കിട്ടുന്ന ജലീയ ലായനി സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. നിറയെ ചോദ്യങ്ങളുള്ള വൈദ്യുത ലേപനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വീഡിയോയുടെ വലിപ്പം കൂടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മടുത്തു പോകാതിരിക്കും. കെമിസ്ട്രി ഇത് കുറഞ്ഞ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നിങ്ങൾ മടുക്കണുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി മടുത്തിട്ടൊന്നും ഇല്ല എന്നുള്ളവർ നിറയെ ചോദ്യങ്ങളുള്ള ഈ വൈദ്യുത ലേപനവും കൂടി കണ്ടിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിച്ചാൽ മതി. അടുത്ത പാർട്ട് എടുത്തങ്ങ് കാണുക. അപ്പോൾ അടുത്ത പാർട്ടിൽ വൈദ്യുത ലേപനം പഠിക്കാം. ഓക്കെ, ബൈ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.